ക്യാൻസർ രോഗികൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ക്യാൻസർ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്കാണ് കെഎസ്ആർടിസിയുടെ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നതിനുള്ള അവസരമൊരുങ്ങുന്നത്. ഓർഡിനറി സർവീസ് മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നാണ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസിയുടെ വരുമാനത്തിൽ അനുദിനം വർധനമുണ്ടാകുന്നതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 22 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇതുവഴി 26 കോടി രൂപയുടെ അധിക വരുമാനം വകുപ്പിന് നേടുവാൻ സാധിച്ചെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഓരോ ദിവസവും കെഎസ്ആർടിസിയുടെ വരുമാനം ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് കെഎസ്ആർടിസി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമായ 10.19 കോടി രൂപ നേടിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 9.41 കോടി രൂപയെന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന വരുമാനവും നേടാനായെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ ബസ്സുകൾ വാങ്ങിച്ചും യാത്രക്കാരില്ലാതെ ഓടിച്ചിരുന്ന ബസ്സുകളെ നിയന്ത്രിച്ചുമാണ് കെഎസ്ആർടിസി നഷ്ടം കുറയ്ക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 15 കോടി രൂപയിലധികം അധിക വരുമാനം നേടുവാൻ കെഎസ്ആർടിസിക്ക് സാധിച്ചെന്നും ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു. കെഎസ്ആർടിസി ബസ്സുകളിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. വനിതകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിലൂടെയും യാത്രക്കാരെ ആകർഷിക്കുവാൻ സാധിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. കെഎസ്ആർടിസി ബസ്സുകളുടെ കിലോമീറ്റർ വരുമാനം 45.79 രൂപയിൽ നിന്നും 49.81 രൂപയായി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. ഓരോ ബസ്സിന്റെയും ശരാശരി വരുമാനം 15,600 രൂപയിൽ നിന്നും 16,768 രൂപയായി ഉയർത്തുവാനും സാധിച്ചെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതൊപ്പം തന്നെ കെഎസ്ആർടിസി വിജയത്തിലേക്ക് നീങ്ങുന്നു. കെഎസ്ആർടിസി ജീവനക്കാരുടെ സഹകരണം കൊണ്ടും കെഎസ്ആർടിസിയുടെ യാത്രക്കാരുടെ വലിയൊരു സഹകരണം, വളരെ സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ടും നമ്മൾ മുന്നേറുകയാണ്. അപ്പൊ ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഞങ്ങള് ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ, ജീവനക്കാരി ആക്സിഡന്റിൽ മരിച്ചാൽ 1 കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ് കെഎസ്ആർടിസി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു സഹോദരൻ, ഒരു തൊഴിലാളി മരിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം 1 കോടി രൂപ, ആദ്യത്തെ 1 കോടി രൂപ കൈമാറാൻ പോവുകയാണ്. ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം, പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മരണശേഷം 10 ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് 2 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വരെ കിട്ടും. അവർ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും. ഈ ഒരു പദ്ധതി കേരളത്തിലെ ഈ കെഎസ്ആർടിസിയിൽ മാത്രമാണുള്ളത്. ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത്. അവർക്ക് 2,500 രൂപ അവരെ കയ്യിൽ നിന്ന് അടച്ചാൽ ഒരു വർഷം അവർക്ക് 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും. 2,500 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം. നമ്മളവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല. അടയ്ക്കാൻ അവർ തയ്യാറായാൽ 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീ ആണ്. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം, ആനുകൂല്യം എല്ലാം നൽകി കെഎസ്ആർടിസി എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ. ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു. അതിന്റെ വലിയ വിജയമുണ്ടായി. പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ, കെഎസ്ആർടിസി വരുമാനം വർദ്ധിക്കുമ്പോൾ, കെഎസ്ആർടിസി ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം. 2012 ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ക്യാൻസർ രോഗികളായ ക്യാൻസർ സെന്ററുകളിലേക്ക് എന്നാണ് പറയുന്നത്. അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം. പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല, ക്യാബിനറ്റിന് അധികാരമില്ല. എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാം. അവർ ഇതൊരു സ്നേഹത്തോടെ കേൾക്കണം. ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം. 2012 പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് 50% ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ്. സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെഎസ്ആർടിസി നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്കുള്ള കൊച്ചിൻ ക്യാൻസർ സെന്റർ ഏതിപ്പോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്ത് നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് കെഎസ്ആർടിസിയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ഇത്